ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു കറണ്ട് അഫെയർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 50 കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും മാർക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് എന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ചോദ്യം, ഏത് രാജ്യത്താണ് അടുത്തിടെ ഫ്ലോറിസ് കൊടുങ്കാറ്റ് വീശിയടിച്ചത്? യു കെയിലാണ്, യുണൈറ്റഡ് കിങ്ഡത്തിലാണ്. അപ്പോൾ ഏത് രാജ്യത്താണ് അടുത്തിടെ ഫ്ലോറിസ് കൊടുങ്കാറ്റ്? നോട്ട് ചെയ്തോണേ, ഏത് രാജ്യത്താണ് അടുത്തിടെ ഫ്ലോറിസ് കൊടുങ്കാറ്റ് വീശിയടിച്ചത്? യു കെയിലാണ് കേട്ടോ. യു കെയിലാണ് ഫ്ലോറിസ് കൊടുങ്കാറ്റ് അടുത്തിടെ വീശിയടിച്ചത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓപ്പൺ AI അടുത്തിടെ പുറത്തിറക്കിയ ഏറ്റവും പുതിയ AI മോഡൽ ഏതാണ്? GPT-5 ആണ് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്തോണേ, ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയേറിയതാണ് കേട്ടോ. ഓപ്പൺ AIയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നുണ്ട്. അപ്പം ഇനി വരുന്ന പരീക്ഷകളിലും ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് ഓപ്പൺ AI അഥവാ ഓപ്പൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടുത്തിടെ പുറത്തിറക്കിയ ഏറ്റവും പുതിയ AI മോഡൽ ഏതാണ്? GPT-5. ക്ലിയർ ആണ്? അടുത്തത്, ഉത്തരാഖണ്ഡിലെ ധരാലി ഗ്രാമത്തിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ സൈന്യവും മറ്റ് സേനാ വിഭാഗങ്ങളും നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ധരാലി. അപ്പം ഉത്തരാഖണ്ഡിലെ ധരാലി ഗ്രാമത്തിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ സൈന്യവും മറ്റ് സേനാ വിഭാഗങ്ങളും നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ധരാലി. ക്ലിയർ ആണ്? ധരാലി ഗ്രാമത്തിലാണ്, അതുകൊണ്ട് തന്നെ അവിടുത്തെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ നടത്തിയ സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ധരാലി. മറക്കരുതേ. അടുത്തത്, അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈലിന് വേണ്ടി ISRO വാണിജ്യാടിസ്ഥാനത്തിൽ വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? ബ്ലൂ ബേർഡ് 2 ആണ് കേട്ടോ. അപ്പോൾ എന്താണ്? അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈലിന് വേണ്ടി ISRO വാണിജ്യാടിസ്ഥാനത്തിൽ വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ബ്ലൂ ബേർഡ് 2. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, ഫിഫയുടെ ഏറ്റവും പുതിയ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 63ാം സ്ഥാനമാണ്. അപ്പോൾ നോട്ട് ചെയ്തോണം, ഫിഫയുടെ ഏറ്റവും പുതിയ വനിതാ ഫുട്ബോൾ റാങ്കിങ് ആണ്. അപ്പോൾ ഫിഫയുടെ ഏറ്റവും പുതിയ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 63ആണ്. വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിലാണ് നിലവിലെ ഇന്ത്യയുടെ സ്ഥാനം 63ആണ് കേട്ടോ. പുരുഷ ഫുട്ബോൾ റാങ്കിങ് വേറെയാണ് കേട്ടോ. അതുകൊണ്ട് ഒന്ന് അറിഞ്ഞിരിക്കണേ. അടുത്ത ചോദ്യം, ഇന്ത്യൻ അതിർത്തികളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിനായി ISRO അയച്ച ഉപഗ്രഹം ഏതാണ്? റിസാറ്റ് 1B ആണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഇന്ത്യൻ അതിർത്തികളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിനായി ISRO അയച്ച ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? റിസാറ്റ് 1B. അടുത്തിടെ വിയറ്റ്നാമിൽ വീശിയടിച്ച കൊടുങ്കാറ്റിൻ്റെ പേരെന്താണ്? കജീക്കിയാണ് കേട്ടോ. കജീക്കിയാണ്. അപ്പോൾ എന്താണ്? അടുത്തിടെ വിയറ്റ്നാമിൽ വീശിയടിച്ച കൊടുങ്കാറ്റിൻ്റെ പേരെന്താണ്? കജീക്കി. അടുത്തിടെ വിയറ്റ്നാമിൽ വീശിയടിച്ച കൊടുങ്കാറ്റിൻ്റെ പേരെന്താണ്? കജീക്കി. ക്ലിയർ ആണ്? അടുത്തത്, മൃഗസംരക്ഷണ വകുപ്പ് തയ്യാറാക്കിയ സമഗ്ര ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? സമൃദ്ധയാണ്. അപ്പോൾ എന്താണ്? മൃഗസംരക്ഷണ വകുപ്പ് തയ്യാറാക്കിയ സമഗ്ര ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണ്? സമൃദ്ധ. ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ എന്താണ്? മൃഗസംരക്ഷണ വകുപ്പ് തയ്യാറാക്കിയ സമഗ്ര ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണ്? സമൃദ്ധയാണ്. ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് നോക്കിയത് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. അതുകൂടെ നോട്ട് ചെയ്തോണേ. അടുത്തത്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ആരാണ്? PT ഉഷയാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ആരാണ്? PT ഉഷ. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷനാരാണ്? അഡ്വക്കേറ്റ് K സോമപ്രസാദ്. കേരള സംസ്ഥാന വയോജന കമ്മീഷനാണ്. നോട്ട് ചെയ്തോണേ, കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ്? അഡ്വക്കേറ്റ് K സോമപ്രസാദ്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ വളരെ റീസെൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം ജയിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ. ക്ലിയർ ആണ്? അടുത്തത്, 2025 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഏതാണ്? എവിടെയാണ്? പാരീസിലാണ് കേട്ടോ. അപ്പോൾ 2025 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? പാരീസാണ്.
സംസ്ഥാനത്തെ അംഗപരിമിതർക്കുള്ള പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? നിരാമയ ഇൻഷുറൻസ് പദ്ധതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അപ്പോൾ നിരാമയ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് നിരാമയ ഇൻഷുറൻസ് പദ്ധതി. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? KSFE ആണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണം. അപ്പോൾ എന്താണ്? സ്വദേശ് സമ്മാനാണ്. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? KSFE ആണ്. KSFE ആണ്. ചൂരൽമല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? UK കുമാരനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൂരൽമല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? UK കുമാരനാണ്. അപ്പോൾ നമ്മുടെ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് ചൂരൽമല. വയനാട് ദുരന്തം നടന്നിട്ട് 1 വർഷം ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ്? ചൂരൽമല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? UK കുമാരൻ. UK കുമാരൻ. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാമാണ് കേട്ടോ. ആസാം. അപ്പോൾ എന്താണ്? സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. അപ്പോൾ ആസാമിലാണ് സ്വന്തമായിട്ട് ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ച പ്രജനി പ്രകൃതി എന്തിൻ്റെ സങ്കര ഇനമാണ്? പാവലിൻ്റെ സങ്കര ഇനമാണ്. അപ്പോൾ എന്താണ്? കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ച പ്രജനി പ്രകൃതി എന്തിൻ്റെ സങ്കര ഇനമാണ്? പാവലിൻ്റെ സങ്കര ഇനമാണ് പ്രജനി പ്രകൃതി കേട്ടോ. ക്ലിയർ ആണ്? അടുത്തത് 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി എവിടെയാണ്? ദക്ഷിണ കൊറിയ ആയിരുന്നു. അപ്പോൾ 2025 ലോക പരിസ്ഥിതി ദിന വേദി ഏതായിരുന്നു? ദക്ഷിണ കൊറിയ. അഞ്ചീകണ്ട് പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. അഞ്ചീകണ്ട് പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഏതാണ്? സിലിപാലിലാണ് കേട്ടോ. ഒഡീഷയിലെ സിലിപാലിലാണ്. അപ്പോൾ ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് എവിടെയാണ്? സിലിപാൽ, ഒഡീഷ. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ് കേട്ടോ. അപ്പം ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ്. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത മണ്ഡലമാവുന്നത് ഏത് മണ്ഡലമാണ്? ധർമ്മടമാണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത മണ്ഡലം ഏതാണ്? ധർമ്മടമാണ്. ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗയാണ്. ഇപ്പോഴത്തെ നിലവിലെ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്ക തമ്പുരാട്ടി. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്ക തമ്പുരാട്ടിയാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ പേരെന്താണ്? എപ്പിഫോം. അപ്പോൾ എന്താണ്? രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ പേരാണ് എപ്പിഫോം. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഫിബോ എന്ന കടുവയാണ്. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഫിബോ എന്ന കടുവ. 2025 ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ നമ്മുടെ സ്വന്തം SBI ആണ്. അപ്പോൾ എന്താണ്? 2025 ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ആണ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ പേരെന്താണ്? ലീപ്പ് കേരള. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി വരുന്ന പരീക്ഷകളിൽ സാധ്യത ഏറെ ഇതാണ് ചോദിക്കാൻ. അപ്പോൾ എന്താണ്? 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ പേരെന്താണ്? ലീപ്പ് കേരള. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് നിലവിൽ വരുന്നത്? തമിഴ്നാട്.
അടുത്തിടെ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് സർക്കാർ ജോലികളിലെ 35% വനിതാ സംവരണം ആ സംസ്ഥാനത്തെ സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയത്? ബീഹാറിലാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? അടുത്തിടെ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് സർക്കാർ ജോലികളിലെ 35% വനിതാ സംവരണം ആ സംസ്ഥാനത്തെ സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയത്? ഏത് സംസ്ഥാനമാണ്? ബീഹാർ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ആസ്ട്രേലിയയാണ്. അപ്പോൾ എന്താണ്? 16 വയസ്സ്, നോട്ട് ചെയ്തോണേ, 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ആസ്ട്രേലിയ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, സ്ഥാപക നേതാവായ മുജിബുൾ റഹ്മാൻ്റെ ചിത്രം കറൻസിയിൽ നിന്ന് നീക്കം ചെയ്ത രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. അപ്പോൾ സ്ഥാപക നേതാവായ മുജിബുൾ റഹ്മാൻ്റെ ചിത്രം കറൻസിയിൽ നിന്ന് നീക്കം ചെയ്ത രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഇപ്പോഴത്തെ ഫിഫ റാങ്കിങ് എത്രയാണ്? 133ആണ്. അപ്പോൾ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമാണ്. ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ ഇപ്പോഴത്തെ ഫിഫ റാങ്കിങ് എത്രയാണ്? 133 റാങ്കാണ്. അടുത്ത ചോദ്യം, കർണാടകയിലെ ശരാവതി നദിക്ക് കുറുകെ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലം ഏതാണ്? സിഗദൂർ പാലമാണ്. അപ്പോൾ എന്താണ്? കർണാടകയിലെ ശരാവതി നദിക്ക് കുറുകെ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലം ഏതാണ്? സിഗദൂർ പാലം. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടി ആരാണ്? ദീപിക പദുക്കോൺ. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടിയാണ് ദീപിക പദുക്കോൺ. പ്രതിരോധ ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ച ലക്ഷദ്വീപിലെ ദ്വീപ് ഏതാണ്? ബിത്ര ദ്വീപ്. എന്താണ് പറഞ്ഞത്? നോട്ട് ചെയ്തോണേ, പ്രതിരോധ ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ച ലക്ഷദ്വീപിലെ ദ്വീപ് ഏതാണ്? ബിത്ര ദ്വീപ്. പ്രമുഖ വ്യവസായിയായ എലോൺ മസ്ക് 2025 ജൂലൈയിൽ അമേരിക്കയിൽ പ്രഖ്യാപിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? അമേരിക്ക പാർട്ടി. പ്രമുഖ വ്യവസായിയായ എലോൺ മസ്ക് 2025 ജൂലൈയിൽ അമേരിക്കയിൽ പ്രഖ്യാപിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? അമേരിക്ക പാർട്ടി. ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ ഏതാണ്? ജെമിനി 2.0. നോട്ട് ചെയ്തോണേ, 2.0 ഗൂഗിളിൻ്റെയാണ്. ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ജെമിനി 2.0. ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലാണ് ജെമിനി 2.0. ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിൻ്റെ പേരെന്താണ്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ എന്താണ്? ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിൻ്റെ പേരാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് എവിടെയാണ് നിലവിൽ വരുന്നത്? അമരാവതി, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് എവിടെയാണ് നിലവിൽ വരുന്നത്? അമരാവതി, ആന്ധ്രാപ്രദേശ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ KSFDCയുടെ പുതിയ ചെയർമാനായി നിയമിതനായതാരാണ്? കെ മധു ആണ്. എന്താണ് പറഞ്ഞത്? കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായതാരാണ്? കെ മധു. നമ്പിയോ സുരക്ഷാ സൂചികയിൽ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? അഹമ്മദാബാദാണ്. നമ്പിയോ സുരക്ഷാ സൂചികയിലെ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? അഹമ്മദാബാദാണ്. താഷ്കൻഡ് ഓപ്പൺ ചെസ്സിൽ കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? നിഹാൽ സരിൻ. താഷ്കൻഡ് ഓപ്പൺ ചെസ്സിൽ കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? നിഹാൽ സരിൻ. അടുത്തിടെ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മൊബൈൽ വോട്ടിംഗ് സംവിധാനം വിജയകരമായി ഉപയോഗിച്ച ഇന്ത്യൻ സംസ്ഥാനം? ബീഹാർ. അടുത്തിടെ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മൊബൈൽ വോട്ടിംഗ് സംവിധാനം വിജയകരമായി ഉപയോഗിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ. അവക്കാഡോ നഗരമായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അടുത്തിടെ പ്രഖ്യാപിച്ച നഗരമാണ് അമ്പലവയൽ, വയനാട്. അവക്കാഡോ നഗരമായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അടുത്തിടെ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? അമ്പലവയൽ, വയനാട്. ഇന്ത്യയിൽ ആദ്യമായി ശ്രവണ പരിമിതി ഉള്ളവർക്ക്
ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. ചെവി കേൾക്കാത്ത കുട്ടികൾക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2025-2035 കാലഘട്ടത്തിൽ 2025 മുതൽ 2035 കാലഘട്ടത്തെ വൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. എന്നൂടെ പറയുന്നത് 2025-2035 കാലഘട്ടത്തെ ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി 2025 ജൂണിൽ US നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി 2025 ജൂണിൽ അമേരിക്ക നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഗർഭാശയ ക്യാൻസർ പ്രതിരോധത്തിനായി കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നൽകാൻ തീരുമാനിച്ച വാക്സിൻ്റെ പേരെന്താണ്? HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഗർഭാശയ ക്യാൻസർ പ്രതിരോധത്തിനായി കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് നൽകാൻ തീരുമാനിച്ച വാക്സിൻ്റെ പേരെന്താണ്? HPV വാക്സിൻ അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ്. ക്ലിയർ ആണ്. അപ്പം നമുക്ക് ഇത്രയുമാണ് നമ്മുടെ 50 പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ക്ലാസ്. അതുപോലെ തന്നെ എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചാമ്പ്യനായി മാറിയ ചുണ്ടൻ ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചാമ്പ്യൻ ആരാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഉത്തരമായിട്ട് രേഖപ്പെടുത്തുക. അതുകൂടാതെ തന്നെ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഈ ചോദ്യം ഒന്നുകൂടെ പറയാം. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാവ് ആരാണ് എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ ഉത്തരമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം ആളുകൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.